വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ്. ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണേ. അപ്പം മക്കളെ സ്കൂളിൽ വിടേണ്ട തിരക്കിലാണ് ഈ ഒരു രാവിലത്തെ മോർണിംഗ് എല്ലാവരെയും എന്നറിയാം. അപ്പം ഞാനിതേ രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ തന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാറാണ് പതിവ്. ഇന്ന് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റിട്ട് ചോറൊക്കെ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ആ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം ഇതേ ഞാൻ പതുക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പിങ്കിമോളെ ഒന്ന് ഇറക്കി വിടണം. പിന്നെ ഇതേ ഒന്ന് മുറ്റത്തോടിന് കുറച്ച് സമയം നടന്നു കേട്ടോ. അപ്പടി മഴ പെയ്തിട്ട് ആകെക്കൂടെ അലങ്കോലായി കിടക്കുവാണ്. മുറ്റമൊന്നും രാവിലെ എന്തായാലും അടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വാതിൽ തുറന്നിട്ട് അവളെ ഇറക്കി വിട്ടില്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും ഇവിടെ. അപ്പോൾ അവളെ ഇറക്കി വിട്ട് ഞാനിതേ കുറച്ച് സമയം മുറ്റത്തൊക്കെ അവിടെ ഇരുന്ന് കേട്ടോ. അതിന് ശേഷം നമ്മൾ പതുക്കെ ഇതേ നമ്മുടെ റൊട്ടീനിലോട്ട് കടന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡലിയോ ദോശയോ എന്ത് വേണേലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ റാഗി കുതിർത്തിട്ട് ഉഴുന്നും കൂട്ടി അതൊരു സെപ്പറേറ്റ് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരി ഉഴുന്നും സെപ്പറേറ്റ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചോറിന് വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ അരിയൊക്കെ കഴുകിയിടട്ടെ. എൻ്റെ കുഞ്ഞു വർക്ക് ഏറിയ ഒന്ന് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ നിന്നാണ് കുക്ക് ചെയ്യാറ്. സാധാരണ മെയിൻ കിച്ചൺ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. രാവിലത്തെ ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമാണ് കേട്ടോ. ഞാൻ മിക്കവാറും ഇത് തന്നെയാണ് കുടിക്കാറ്. അപ്പോൾ അതൊരു കപ്പ് അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോൾ അത് മുഴുവൻ കുടിച്ച് കഴിയും. അതിന് മുന്നേ ചായയും കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ ഇറക്കി വെച്ച് നമ്മൾ റാഗിയുടെ ഇഡലി സൂപ്പറായിരുന്നു കേട്ടോ. വളരെ സിമ്പിളാണ്. നമ്മൾ റാഗി എടുക്കുമ്പം ഉഴുന്നിൻ്റെ ഒരു 3 ഇരട്ടി എടുക്കണം. ഉഴുന്നിപ്പോൾ ഒരു 1/4 ഗ്ലാസ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി റാഗി എടുക്കണം. ആ രീതിയിൽ അരച്ച് വെച്ചാൽ മതി. നമ്മുടെ ചോറ് ചേർക്കാം, അല്ലെങ്കിൽ ചോറ് ചേർക്കാതെ അരച്ച് വെക്കാം. പെട്ടെന്ന് പുളിച്ചു പോകും റാഗിയുടെ ഇഡലി. അതുകൊണ്ട് ഒരു ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് എൻ്റെ കിച്ചണിൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മക്കളെ പതുക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഒരാളെ വിളിച്ച് കഴിഞ്ഞാൽ വേഗം പൊങ്ങി പോരും. പക്ഷേ മറ്റയാളെ എഴുന്നേൽപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇറങ്ങി വന്ന വഴി തന്നെ നമ്മുടെ പെങ്കിമോളിതേ ഓടി അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ അവളെ ഒന്ന് ഇച്ചിരി കൊഞ്ചിക്കണം. അപ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നിൽക്കാതെ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. സ്കൂൾ തുറന്ന് തുടങ്ങിയ അന്നുണ്ടായില്ല മഴ. ബാക്കി എല്ലാ ദിവസവും ഇവിടെ മഴയാണ്. അതിന് മുന്നേയും മഴയാണ്. അപ്പം മഴയ്ക്ക് ഇച്ചിരി സമയം ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ റാഗി ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ ഇഡ്ഡലി നമ്മൾ മാവ് വെച്ചിട്ടുള്ള ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡലിയാണ് കേട്ടോ റാഗി ഇഡലി. ഇത് ഞാൻ റാഗി തന്നെ കുതിർത്തിട്ട് ഉണ്ടാക്കിയതാണ്. റാഗി പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. നല്ല തരിതരിയായിട്ട് അതിൻ്റെ ഒരു ഫൈബറൊക്കെ നമ്മുടെ അകത്തേക്ക് ചെല്ലുമല്ലോ. പിന്നെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഞാൻ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഉണ്ടാക്കിയൊന്നും കാണിച്ചില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര വെപ്രാളത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് അത് വ്ളോഗ് എടുക്കാനൊന്നും നിന്നില്ല. അപ്പം ലഞ്ച് ബോക്സൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ ഇച്ചിരി തിളച്ച വെള്ളം എടുത്തിട്ടാണ് കേട്ടോ എല്ലാ ദിവസവും ലഞ്ച് ബോക്സ് കഴുകുക. അത് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. അങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല കേട്ടോ. ലഞ്ച് ബോക്സ് ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്തില്ലെങ്കിൽ ലഞ്ച് ബോക്സിലും അതുപോലെ നമ്മുടെ ബോട്ടിലും ഒക്കെ ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകിയെടുക്കും. നമ്മുടെ ഈ പണ്ട് മുതലേ കുട്ടികളുടെ ഫീഡിങ് ബോട്ടിലൊക്കെ കഴുകിയെടുക്കില്ലേ, ആ ഒരു രീതിയിൽ. ഇതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. മക്കളൊക്കെ കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട്. ജസ്റ്റ് അവരൊന്ന് വിളിച്ച് വിട്ടാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ പിന്നെ അവർ ചെയ്തോളും. യൂണിഫോം ഒന്ന് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ റെഡിയായി വന്നോളും. അപ്പം നമ്മളിതേ ഇഡലി കഴിക്കാൻ പോവുകയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്തായാലും വായിൽ വെച്ച് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ അവർ കഴിക്കത്തില്ല. വാരി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുന്ന മക്കളുണ്ടാവും, ചിലപ്പം തന്നെ കഴിക്കുന്ന മക്കളായിരിക്കും. പക്ഷേ എൻ്റെ മക്കൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇതുപോലെ കൊടുക്കുന്നതായിരിക്കും അവർക്കും താല്പര്യം. അവർ കഴിക്കാനും പിന്നെ നമ്മുടെ സമയം കളയാതെ ആ ഒരു പരിപാടി കഴിയാനും നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അവൻ വീഡിയോയിൽ വരുന്നില്ല, ബഹളം വെച്ചിട്ട് ഈ സൈഡിലോട്ട് പോയിരുന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ സ്കൂട്ടായിട്ടുണ്ട് അവൻ. പിന്നെ ഇതേ ചോറുണ്ട് ഇന്ന്. പിന്നെ മോര് കാച്ചിയതുണ്ട്. മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ സ്കൂളിൽ കൊടുത്തയക്കാൻ നിർബന്ധിച്ച് കഴിപ്പിക്കാനൊന്നും നിൽക്കില്ല. അവർക്ക് എന്താണോ വേണ്ടത്, എന്താണോ ഇഷ്ടം നമുക്ക് അമ്മമാർക്ക് അറിയാമല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഞാൻ കൊടുത്തയക്കുന്നത്. ചോറുണ്ട്, വെണ്ടക്ക മെഴുക്കുവരട്ടിയുണ്ട്, മോര് കാച്ചിയതുണ്ട്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ഉണക്കമീനിൻ്റെ ഇതുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ആണ് കൊടുത്തു വിടുക. അപ്പോൾ ഇതേ നമ്മുടെ ലഞ്ചൊക്കെ ആയി. ആദ്യത്തെ ആൾ ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അവനാണ് ആദ്യം പോകേണ്ടത്. അപ്പോൾ അവൻ ലഞ്ചൊക്കെ എടുത്ത് ബാഗിലാക്കുന്നുണ്ട്. ഇഷ്ടമല്ല ഓ ആണോ? കൂക്കൂള് പോണാ? കൂക്കൂള് പോണാ? കൂക്കൂള് പോണാ?
അവർ രണ്ടുപേരും സ്കൂൾ ബസ്സിലാണ് പോകുന്നത്. രണ്ടുപേരും രണ്ട് സ്കൂളിലാണ്. അപ്പം ആദ്യം ഒരാൾ പോയിട്ടുണ്ട്. അവന് 8:30 ആകുമ്പോൾ ക്ലാസ് തുടങ്ങും. മോൾക്ക് 9:30 ആവും ക്ലാസ് തുടങ്ങാൻ. അപ്പോൾ അവൾക്ക് 9 മണിയാകുമ്പം പോയാൽ മതി. അപ്പോൾ വീടിൻ്റെ അടുത്ത് കുറച്ച് താഴെയായിട്ട് നമുക്ക് സ്കൂൾ ബസ് വരും. അപ്പോൾ അവിടെ കൊണ്ടുപോയി ആക്കിയാൽ മതി. മഴ ആയതുകൊണ്ട് തന്നെ അവനെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പിന്നെ തന്നെ പോയിക്കോളും. അപ്പം മക്കൾ രണ്ടുപേരും പോയിട്ടുണ്ട്. ഇനി ഞാനിതേ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ടായില്ല. കുറച്ച് പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ വരുന്നതിന് മുന്നേ ഈ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ കയറ്റാം. അപ്പം നമ്മുടെ പണി അങ്ങ് കഴിഞ്ഞല്ലോ. ഞാൻ മുന്നേ ഫ്രിഡ്ജിൽ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷായിട്ട് എങ്ങനെ നമുക്ക് കുറച്ച് അധികം നാൾ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതും ഞാൻ മുന്നേ കുറേ വ്ളോഗുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി തുടച്ചിട്ടാണ് കേട്ടോ ഞാൻ കവറിലാക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാറ്. എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് കൂടുതൽ 2 വീക്സൊക്കെ ഈ പച്ചക്കറിയൊക്കെ എനിക്കിരിക്കും കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളില്ലേ അത് തന്നെയാണ് കേട്ടോ സ്ഥിരം വാങ്ങിക്കുന്നത്. മാറ്റി പിടിക്കാറൊന്നുമില്ല. എന്നാലും പച്ചക്കറികൾ എന്തായാലും എല്ലാ ദിവസവും കഴിക്കും. മക്കളും കഴിക്കും. അതുപോലെ ഇവിടെയും വീട്ടിലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കഴുകി എടുക്കുവാണ്. അതിന് ഞാൻ ഈ സിങ്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ, ഞാൻ ഈ സിങ്കിൽ ഈ പച്ചക്കറികളും വിളക്കും അങ്ങനെയൊക്കെ കഴുകാനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ വന്നിട്ട് ഫുഡ് കഴിച്ച പാത്രങ്ങളൊന്നും കഴുകാറില്ല. അത് വർക്ക് ഏരിയയിലാണ് ചെയ്യാറ്. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഈ വാഷ് ബേസിന് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യാറ്. കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വിനീഗറും ഇട്ടിട്ട് പച്ചക്കറികളൊക്കെ കുറച്ച് സമയം ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും വെക്കരുത് കേട്ടോ. 10 മിനിറ്റിൽ അങ്ങനെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് 2 വെള്ളത്തിൽ കഴുകി എടുക്കുക. എന്നിട്ട് വെള്ളം വാർന്നു കഴിഞ്ഞാൽ തുടച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറ്. നമ്മുടെ മല്ലിയില ഇതേ ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലത്തെ കുപ്പികൾ എടുത്താൽ മതി കേട്ടോ, ബോട്ടിലുകൾ. എന്നിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം അതിൻ്റെ വേരൊന്നും കട്ട് ചെയ്യാതെ കണ്ട് ആ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ട് അടപ്പിട്ട് വെച്ചാൽ മതി. അപ്പോൾ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഞാനിത് ചെയ്തിട്ട് നല്ല സക്സസ് ആയ ഒരു ഐഡിയ ആണ്. നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ കുറച്ച് നാൾ ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ടുള്ള നല്ലൊരു ക്ലോത്ത് ബാഗാണ് കേട്ടോ ഇത്. ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കഴുകി വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതേ ക്യാരറ്റിൻ്റെയൊക്കെ ആ ഒരു മൂക്ക് വശമില്ലേ അതൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട്, ക്യാരറ്റിൻ്റെ ബീട്രൂട്ടിൻ്റെയൊക്കെ. പിന്നെ ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ കഴുകി ഈ ഒരു ക്ലോത്ത് ബാഗിൽ ഇട്ടിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറ്. കുറച്ചധികം നാൾ നിൽക്കും. മെയിനായിട്ട് അതാണ് കാര്യം, നല്ല ഫ്രഷായിട്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊടുത്തേക്കാം കേട്ടോ, ടാഗ് ചെയ്തിട്ടേക്കാം. ഇതിൽ കാണിക്കുന്ന മിക്ക പ്രൊഡക്റ്റുകളും ഞാൻ ടാഗ് ചെയ്തിട്ടേക്കും ഇതിൻ്റെ അടിയിലായിട്ട്. അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. അതൊക്കെ ഞാനിതേ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഈ ഒരു ടൈം വരെയല്ലോ കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനിയും നമുക്ക് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ വരും ദിവസങ്ങളിൽ. പിന്നെ ഇതേ കുറച്ച് പച്ചക്കറികൾ ഇതുപോലെ ഒരുക്കി വെക്കും. അപ്പോൾ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ആ ഒരു തിരക്കിനിടയ്ക്ക് പെട്ടെന്ന് നമ്മുടെ പണികൾ തീർക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് എന്തെങ്കിലും ടൈപ്പ് വീഡിയോസൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, അതൊക്കെ കാണാൻ ഇഷ്ടമാണ് എന്നൊക്കെയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.